UAE താമസിക്കുന്നവർക്ക് അത് ബിസിനസ്സുകാരാണെങ്കിലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഫാമിലി വിസ എടുക്കുക എന്നുള്ളതിന് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് റാക്കോ ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാദ് ബ്രോ ആണ്. റിയാദ് ബ്രോ, നിങ്ങളിപ്പം മനാമ ഈ ഒരു ടൈപ്പിംഗ് അതുപോലെ തന്നെ ട്രാവൽസ് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 20 വർഷത്തോളമായി ഇവിടെ സേവന പാരമ്പര്യ ഒരാളാണ്. ഫാമിലി വിസ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡോക്യുമെന്റേഷൻ വേണ്ടത്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാമിലി വിസയിൽ 3 കാറ്റഗറിയാണ് വരിക. ഒന്ന് വൈഫ്, കുട്ടികൾ, പാരൻസ്. ഇതിൽ വൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ്സ് ഒന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് വിത്ത് അറ്റസ്റ്റഡ് ആയിരിക്കണം. കുട്ടികളുടെ ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് അറ്റസ്റ്റ് ചെയ്ത് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. പാരൻസിൻ്റെ നമുക്ക് ഫാദർ മാത്രമായി കൊണ്ടുവരിക, ചിലപ്പോൾ മദറിന്റെ മാത്രമായി കൊണ്ടുവരിക. അക്കോമഡേഷൻ നമ്മളായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. 2 BHK മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ 3 BHK ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ദുബായിലും മറ്റേ എമിറേറ്റ്സിലും ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ സാലറി എത്ര ഉണ്ടായിരിക്കണം? 3,500 പ്ലസ് അക്കോമഡേഷൻ കോൺട്രാക്ടിനകത്ത്, അല്ലെങ്കിൽ 4,000 സാലറി. ടെനൻസി കോൺട്രാക്ട് ഇജാരി ആവശ്യമില്ല, ദുബായിൽ ആവശ്യമില്ല. പക്ഷെ മറ്റ് എമിറേറ്റ്സുകളിൽ ഇജാരി മാൻഡേറ്ററി ആണ്. 20,000 ദിറംസ് ആണ് പാരന്റ്സിനെ നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് വേണ്ട സാലറി. ഹ്യൂമൻ അപ്പീൽ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ റിക്വയർമെന്റ് ചില സമയത്ത് പാരന്റ്സ് നോക്കാൻ നമുക്ക് ആളില്ല എങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ അവർ അപ്രൂവൽ തരികയാണെങ്കിൽ നമുക്ക് 10,000 എന്ത് ചെയ്യാൻ പറ്റും, പാരന്റ്സിനെ കൊണ്ടുവരാൻ പറ്റും. അഫോർഡബിൾ ആയിരിക്കുന്നത് ഇവിടുന്ന് വിസ അയച്ചു കൊടുത്ത് നാട്ടിൽ നിന്ന് വരണമാണ്, ഡയറക്റ്റ് വരുന്നതാണ് നല്ലത്. എത്രയാണ് നോർമൽ കോസ്റ്റ് ഇതിന് അപ്രോക്സിമേറ്റ് ഒരു കോസ്റ്റ് വരുന്നത്? നോർമലി നമുക്കിപ്പോൾ ഒരു ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്സൈഡ് കൺട്രി ആണെങ്കിൽ ഏകദേശം ഒരു 1,600 ദിറംസിനകത്താണ് മൊത്തം എക്സ്പെൻസ് വരിക. ഇൻഷുറൻസ് മാൻഡേറ്ററി അല്ല ഫാമിലിക്ക്, പക്ഷേ മറ്റ് എമിറേറ്റ്സുകൾ ഇൻഷുറൻസും മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുക? നമ്മൾ പ്യൂർലി ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റേഷനിൽ ഉദാഹരണത്തിന് ഒരു ഫാമിലിയെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ടിക്കറ്റ് മുതൽ ഇവിടെ വന്ന് അവർക്ക് എമിറേറ്റ്സ് ഐഡി കയ്യിൽ കൊടുക്കുന്നത് വരെയുള്ള സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മളിങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും ഉണ്ടാകുന്നത് നമ്മളിങ്ങനെ വന്ന് പെട്ടു, പിന്നീട് വരുമ്പോൾ ആ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറഞ്ഞ ഹിഡൻ കോസ്റ്റ് ഒക്കെ ഒരുപാട് പറയും. നിങ്ങൾ ആദ്യമേ പറയോ ഇത്രയാണ്? നമ്മളെ പാക്കേജ് അല്ല നമ്മൾ കൊടുക്കുക. എൻട്രി പെർമിറ്റിന് ഇത്ര വരിക, IDക്ക് ഇത്ര വരും, മെഡിക്കലിന്, എമിറേറ്റ്സ് ഐഡിക്ക് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അജ്മാൻ, ദുബായ്, ഷാർജ, അജ്മാൻ ഫ്രീ സോൺ ഇവിടെയൊക്കെ ഇവരുടെ ഓഫീസ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷനോ സർവീസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്തോടു കൂടി ഇത് ചെയ്തു തരുന്നു ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഷാറാവട്ടെ. എല്ലാവരും ഫാമിലിയെ കൊണ്ടുവരിക, അടിച്ചു പൊളിക്കുക. മുനീർ അൽബഫ വിത്ത് ലവ്.